പൂരം പോലെ തന്നെ ഇന്ന് ഏറെ പ്രാധാന്യത്തോടു കൂടി നോക്കുന്ന ഒന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ദില്ലിയിൽ നിന്നും സിബി ജോസഫ് ഉണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സിബി, രാജ്യപുറ്റു നോക്കുന്ന തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട പോളിംഗ് ആരംഭിച്ചു. 102 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് പലയിടങ്ങളിലുമായി നടക്കുന്ന വോട്ടെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലൊക്കെ ഇന്ന് പോളിംഗ് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടെയൊക്കെ പുരോഗമിക്കുന്നത്? കീർത്തി, തീർച്ചയായും രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പൂരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. എന്തായാലും ഇന്നിപ്പോൾ 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 സീറ്റുകളിലേക്കാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 7 മണിക്ക് തന്നെ ഈ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ പിന്നിടുമ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെയും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രമുഖരായ പലരും വോട്ട് രാവിലെ തന്നെ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ മാത്രം 39 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ്, അതായത് ഒറ്റഘട്ടമായി തമിഴ്നാട്ടിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് പൂർത്തീകരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് വെക്കുന്ന സംസ്ഥാനവും തമിഴ്നാടാണ്. അതുകൂടാതെ തമിഴ്നാട്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ്, UP അടക്കമുള്ള ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ അടക്കമുള്ള ഇടങ്ങളിലെല്ലാം നിലയും വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ 5, പശ്ചിമ ബംഗാളിൽ 3, മണിപ്പൂരിൽ 2 സീറ്റുകളിലേക്കും, ഉത്തർപ്രദേശിൽ 8 സീറ്റുകളിലേക്കും, അസമിൽ 5, ബീഹാറിൽ 4 സീറ്റുകളിലേക്കും ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. അതുകൂടാതെ ഈ അരുണാചലിലും സിക്കിമിലെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും വോട്ടെടുപ്പ് ഇന്നിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ വലിയ നീണ്ട ക്യൂ ആണ് എല്ലാ പോളിംഗ് ബൂത്തിലും കാണാനാവുന്നത്. പ്രത്യേകിച്ച് ഒരു വേനൽക്കാലം ആരംഭിച്ചിരിക്കുന്നു, അതിൻ്റെ ശക്തമായ ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർമാർ രാവിലെ തന്നെ പരമാവധി വോട്ട് രേഖപ്പെടുത്താനുള്ള തിരക്ക് ഇന്നിപ്പോൾ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വളരെ വലിയ രീതിയിൽ രാജ്യം കാത്തിരുന്ന ഒരു പൊതുതെരഞ്ഞെടുപ്പ് ഏകദേശം 7 ഘട്ടങ്ങളായിട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുക. ഇതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നിപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത്. 1625 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. അതുകൂടാതെ ഈ തമിഴ്നാട്ടിൽ മാത്രം 39 സീറ്റുകളിലായി 950 സ്ഥാനാർത്ഥികളും ജനവിധി തേടുകയും ചെയ്യും. ഇന്ന് 16,63,00,000 വോട്ടർമാരാണ് ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടി 1.87 ലക്ഷം പോളിംഗ് ബൂത്തുകൾ വിവിധ സംസ്ഥാനങ്ങളായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ 35 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ കൂടി ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടാതെ 3.51 കോടി യുവാക്കളും ഈ ഒരു വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇന്നിപ്പോൾ രാവിലെ പ്രമുഖരായ പല വ്യക്തികളും വോട്ട് രേഖപ്പെടുത്തി. രാവിലെ തമിഴിസൈ സൗന്ദരരാജൻ വോട്ട് രേഖപ്പെടുത്തി. ചെന്നൈയിലെ സൗത്തിൽ നിന്ന് മത്സരിക്കുന്ന തമിഴിസൈ സൗന്ദരരാജൻ മുൻ തെലങ്കാന ഗവർണറായിരുന്നു. ഇവർ സാലിഗ്രാമിൽ വോട്ട് രേഖപ്പെടുത്തി. കോൺഗ്രസ് നേതാവ് P. ചിദംബരം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ശിവഗംഗയിലാണ് ചിദംബരം വോട്ട് രേഖപ്പെടുത്തിയത്. അതുകൂടാതെ RSS മേധാവിയായ മോഹൻ ഭാഗവത് നാഗ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി. മേഘാലയ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല പ്രമുഖരായ ആളുകളെല്ലാം നിലയും രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അതുകൂടാതെ പല പ്രമുഖരും ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിതിൻ ഗഡ്കരി ഇന്നിപ്പോൾ ഈ വോട്ടെടുപ്പിന് അല്ലെങ്കിൽ ജനവിധി തേടുന്ന പ്രമുഖരിൽ ഒരാളാണ്. അതുകൂടാതെ മധ്യപ്രദേശിൽ കമൽനാഥിൻ്റെ മകൻ നകുൽനാഥ് ജനവിധി തേടുന്നുണ്ട്. അതുകൂടാതെ ബംഗാളിലെ കൂച്ച് ബെഹാറിൽ കേന്ദ്ര സഹമന്ത്രി നിശിത് പ്രമാണിക്ക് ഇന്നിപ്പോൾ ജനവിധി തേടുന്നു. പിന്നീട് DMK നേതാവ് കനിമൊഴി കരുണാനിധി തൂത്തുക്കുടിയിലും, തമിഴ്നാട്ടിലെ BJP അധ്യക്ഷൻ K. അണ്ണാമലൈ കോയമ്പത്തൂരിലും, തെലങ്കാന മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ സൗത്തിലും ജനവിധി തേടുന്നതിൽ പ്രമുഖരാണ്. അതുകൂടാതെ ഈ UPയിൽ പിലിഭിത്തിലടക്കമല്ല നിലയും, പ്രത്യേകിച്ച് വരുൺ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായി ഇത്തവണ BJP സിറ്റിംഗ് സീറ്റ് വരുൺ ഗാന്ധിക്ക് നൽകിയില്ല. പിലിഭിത്തിലും ഇന്നിപ്പോൾ ജനവിധി തേടുന്ന പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലായി ഏകദേശം 17 സംസ്ഥാനങ്ങളായി വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ നക്സൽ സ്വാധീനമുള്ള ബസ്തർ മേഖലയിലും ഇന്നാണ് വോട്ടെടുപ്പ്. അവിടെ എല്ലാ നിലയും വളരെ വലിയ സുരക്ഷാ ക്രമീകരണവും സൈന്യത്തെ എല്ലാ നിലയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ രാവിലെ ട്വീറ്റ് ചെയ്തിരുന്നു, പരമാവധി റെക്കോർഡ് ഭൂരിപക്ഷം അല്ലെങ്കിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ
അദ്ദേഹം പങ്കുവയ്ക്കുകയും ഓരോ വോട്ടും ഓരോ ശബ്ദമാണെന്നും പ്രത്യേകിച്ച് യുവാക്കളും ആദ്യ വോട്ടർമാരെല്ലാം നിലയും വോട്ട് രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ 4-5 മാസക്കാലമായി നിരവധി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വളരെ വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ സഖ്യമായി പ്രതിപക്ഷം ഒന്നാകെ BJP അധികാരത്തിൽ നിന്ന് തകർക്കാൻ വേണ്ടി എല്ലാ നിലയും വളരെ വലിയ രീതിയിൽ പ്രതിപക്ഷ സഖ്യം രൂപപ്പെട്ട ശേഷമുള്ള ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ എല്ലാ നിലയും വളരെ വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം ഒന്നാകെ പ്രതിപക്ഷ സഖ്യമായി നിന്നുകൊണ്ട് ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നെല്ലാം തന്നെയും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ടും അഴിമതിയും വിലക്കയറ്റവും എല്ലാം നിലയും പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാക്കിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ ഇത്തരത്തിൽ പ്രചരണവുമായി മുന്നോട്ട് പോയത്. അതുകൂടാതെ അയോധ്യ രാമക്ഷേത്രവും പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള ഹിന്ദുത്വ അജണ്ടകളുമായി BJP മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 10 വർഷത്തെ മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അവർ അക്കമിട്ട് നിർത്തുന്നു. അങ്ങനെ വീറും വാശിയുമേറിയ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തുന്നത്. ഇന്നിപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം 26-ാം തീയതിയാണ് വോട്ടെടുപ്പ്. എന്തായാലും ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 102 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ എത്തുന്നതും ഈ ആദ്യഘട്ടത്തിലാണ്. ആ ആദ്യഘട്ട വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിച്ചിരിക്കുന്നു. എല്ലാ ഇടങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലെല്ലാം നിലയും നീണ്ട ക്യൂ തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 2 സംസ്ഥാനം അരുണാചൽ സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ 92 സീറ്റുകളിലേക്കും ഇന്നിപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പോളിംഗ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കീർത്തി. ശരി, സിബിയാണ് ആ വിവരങ്ങൾ.